ബേബിയും ഗുലാബ് ജാമുൻ കല്യാണം കഴിച്ച് അവർക്കുണ്ടായ കുഞ്ഞിനെ പോലുണ്ട്. അടിപൊളി സാധനം കേട്ടോ. ഒരു 4-5 കഷ്ണം ബ്രെഡ് വേണം നമുക്ക്. ഈ ബ്രെഡിന്റെ ക്രസ്റ്റ് ഇല്ലേ സൈഡിലത്തത്, അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ബ്രെഡിലേക്ക് ഞാൻ ഒരു കവർ പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കണം. പാല് ശ്രദ്ധിച്ചേ ഒഴിക്കാവുള്ളൂ കേട്ടോ, കാരണം നമുക്കിതൊരു ഉണ്ട പിടിക്കാനുള്ള സാധനം. ഒത്തിരി പാലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാടല്ലേ. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി നമുക്ക് നമ്മൾ കൊഴുക്കട്ടയ്ക്ക് ഉണ്ടാക്കുന്ന പോലെ ഉണ്ട പിടിച്ചു കൊടുക്കുക. പാല് നമുക്ക് ആവശ്യത്തിന് ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് കൊടുക്കുക കേട്ടോ. അത്യാവശ്യം ഉണ്ട പിടിക്കാനുള്ള പരിപാടി. നമ്മളൊരു 1/4 കപ്പ് പാല് പോലും എടുത്തിട്ടില്ല. അതുകൊണ്ട് പാലിൻ്റെ അളവ് നിങ്ങൾ നോക്കിയേ എടുക്കാവുള്ളൂ. ഇത് 5 പീസ് ബ്രെഡാണുള്ളത്. ഞാൻ കയ്യിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് നമുക്കിതൊന്ന് ഉണ്ടയായിട്ടെടുക്കാം, ചെറുതായിട്ട് കേട്ടോ. നെയ്യ് തടവിട്ടാട്ടോ കയ്യിലിട്ട്. നിങ്ങൾക്ക് എത്ര വേണോ അത്രയും ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞങ്ങൾ 4 പേരല്ലേ ഉള്ളൂ, വെറുതെ നമ്മൾ എന്താ പറയുക എടുത്ത് കളയാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ കുറച്ചെടുക്കുന്നത്. ഒരു ചെറിയ പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊരു മുങ്ങിക്കിടക്കാൻ പരുവത്തിന് മതി. ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കും. ഒന്ന് ബ്രൗൺ കളറായിട്ട് ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് വേഗം കൂട്ടോ. ഇത് വെന്തെടുക്കാൻ ഒന്നുമില്ലല്ലോ. കരിയാണ്ട് നോക്കുക. തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കും. നമുക്കിങ്ങനെ ചെറുതായിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. അതിപ്പോൾ തന്നെ അപ്പുറത്തെ സൈഡ് കളർ മാറിക്കഴിഞ്ഞു. നല്ലപോലെ കളറൊക്കെ മാറി വരുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആയിക്കോട്ടെ കേട്ടോ. ഇത് വേണ്ടേ ഏകദേശം കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് പഞ്ചസാര ലൈനയാണ്. അങ്ങനെ ഒരു ഹാഫ് ആൻ അവർ പോലെ, ഹാഫ് ആൻ അവർ കിടന്നാൽ മതി. ഇച്ചിരി സമയം കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ അതിലേക്ക് പിടിക്കട്ടെ. ഞാനൊരു പാൻ വെച്ചിട്ട് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ പോലെ മതി. നെയ്യ് ഒഴിച്ചിട്ടില്ല. നെയ്യ് ചൂടാകുമ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പ് കിസ്മിസ് ഇട്ട് കൊടുക്കും. ഇങ്ങനെ നമ്മൾ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒരുമിച്ച് ഇടുമ്പോഴേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കിസ്മിസ് പെട്ടെന്ന് അങ്ങ് എന്താ പറയുക കരിയും കേട്ടോ. അണ്ടിപ്പരിപ്പ് അത്രയും വേഗത്തിനാകില്ല. അപ്പം കരിയാണ്ട് നോക്കുക, അല്ലെങ്കിൽ 2ആയിട്ട് ഇട്ടെടുക്കുക. ആദ്യം അണ്ടിപ്പരിപ്പ് ഒന്ന് എന്താ പറയുക സോട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ കിസ്മിസ് ഇടുക. ഞാൻ റെഡിമെയ്ഡ് നമ്മൾ ബോമസില്ലി ഇല്ലേ അതിൻ്റെ ഒരു പാക്കാണ് വാങ്ങിച്ചേക്കുന്നത് കേട്ടോ. ഇത് ഞാൻ സാധാരണ നമ്മുടെ കുക്കറിൽ വെച്ചിട്ടാണ് എടുക്കൽ. ഇതൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ഗ്ലാസ് വെള്ളം. കുറച്ച് നേരം അടഞ്ഞിരുന്ന് വെന്തോട്ടെ. നമുക്ക് പഞ്ചസാരയൊക്കെ ഏകദേശം നമ്മൾ അലിഞ്ഞ് ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ശരിക്കും നമ്മുടെ സാധാരണ പാലാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് കുറച്ച് ഫുൾ പാൽ ഒഴിക്കണ്ട, കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുക. അതിലൊന്ന് കിടന്ന് വേവട്ടെ. അതൊന്ന് കുറുകി വന്നിട്ട് നമുക്ക് കുറച്ച് പാലൊഴിച്ച് കുറുക്കിയെടുത്താൽ മതി. ഇതിലൊന്ന് കുറുകട്ടെ കേട്ടോ. ഇത് നല്ലപോലെ വറ്റിയിട്ടുണ്ട്. കുറച്ച് പാലൂടെ ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ പായസം അങ്ങനെ കുറുക്കി വരുന്നുണ്ട്. ഇത് ശരിക്കും ഞാൻ കുക്കറിൽ വെക്കുന്ന എളുപ്പം കേട്ടോ. കുക്കറിൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വെള്ളം ഒഴിച്ച് വെക്കാം. വെള്ളം ഒഴിച്ച് ഒരു കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കുക്കറിൽ വെക്കുക. പഞ്ചസാര ഉള്ളതുകൊണ്ട് കുക്കറിൽ വെക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം അത് ഇളക്കുമ്പോഴത്തേന് ചിലപ്പോൾ പഞ്ചസാര സ്റ്റിക്കി അല്ലേ. അപ്പോൾ വെള്ളത്തിൽ അടിയിലിട്ട് അതിൻ്റെ പ്രഷർ കംപ്ലീറ്റ് പോയിട്ട് കുക്കറിൽ എടുക്കാവുള്ളൂ. നല്ല മണം ഏലക്കയുടെയും. ദാനപ്പന്
ഇതിന് സേമിയ പായസം ഇഷ്ടം. ലിതിമോക്ക് കടല ഇഷ്ടമാണെന്ന് തോന്നുന്നു. സേമിയോട് വലിയ താല്പര്യമില്ലെന്നാണ് ഒരു ഇപ്പോൾ അത് കടല ഇഷ്ടമല്ലെന്ന്. ഇനി നമ്മൾ എടുത്ത് വെച്ച അണ്ടിപ്പരിപ്പും കിസ്മിസും ഗുലാബ് ജാമുൻ പോലത്തെ സാധനം നമ്മളിങ്ങനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. കൈ പൊള്ളുന്നുണ്ട്, എന്നാലും ഞാൻ കഷ്ടപ്പെട്ട് പിടിക്കാം. ഇല്ല, ഞാൻ സാരിയുടെ കൂടെ പിടിക്കട്ടെ. നമ്മൾ തിരുവനന്തപുരം സൈഡിലോട്ടൊക്കെ ബോളിയും നമ്മൾ ഈ സേമിയയും കൂടെ കഴിക്കില്ലേ, അതുപോലത്തെ കോമ്പിനേഷൻ അല്ല. തന്നെ ഒന്ന് കഴിച്ചു നോക്കട്ടെ. ചൂടാണെന്ന് തോന്നുന്നു. ചൂടാട്ടോ. അപ്പം എനിക്കിപ്പോൾ കഴിക്കാൻ നിവൃത്തിയില്ല. എന്താ നല്ല കഴിക്കാട്ടോ. മധുരം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ സൂപ്പറായിരിക്കും. കുറച്ച് കഴിച്ചാൽ മതി, അപ്പോഴത്തേക്കും നമ്മളിങ്ങനെ ഇത്രയ്ക്ക് മധുരം. അപ്പം ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ.